വിദേശികളെ ചങ്ങലിൽ തളക്കും. പൊട്ടിത്തെറിച്ച് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ. ഇന്നലെ വാർത്താ ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് രാജ്യത്തിൻ്റെ നിലപാട് താൻ ആവർത്തിച്ച് പറയുന്നു എന്ന തരത്തിലും തങ്ങളെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങൾക്ക് കീഴടങ്ങേണ്ട ഒരു അവസ്ഥ വരില്ല എന്നും രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏതൊക്കെ തരത്തിൽ പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ അതെല്ലാം തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. സംയുക്തമായ രീതിയിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനാണ് അവരെ ഞങ്ങൾ ചങ്ങലിൽ തളക്കും, ദേശത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു വിദേശ ശക്തിയെയും തങ്ങൾ വെറുതെ വിടില്ലെന്നും അത് അവർക്ക് നന്നായിട്ട് അറിയാം, മുൻപ് തങ്ങൾ അത് ചെയ്തിട്ടുണ്ട് എന്നും 12 ദിവസത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മസൂദ് പെഷഷ്കിയാൻ അതിന് മറുപടി നൽകി. ഇപ്പോഴത്തെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മിസൈലിന് നിയന്ത്രണം. ഇറാൻ നിർമ്മിക്കുന്ന മിസൈലുകൾക്ക് കടുത്ത രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ആദ്യത്തെ പ്രതികരണം നൽകിയത്. രാജ്യത്തിന് ചുറ്റും യുദ്ധം ചെയ്യാൻ സന്നാഹവുമായിട്ട് അമേരിക്കയുടെ പട വളഞ്ഞിരിക്കുന്ന സമയത്ത് തങ്ങളുടെ രാജ്യത്ത് നിന്ന് രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ആയുധങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ നീതിയാണ് തങ്ങൾക്ക് മനസ്സിലാകാത്തത്. തങ്ങൾ ആർക്കും ഭയപ്പെടുന്നവരല്ല. അങ്ങനെ പേർഷ്യൻ സാമ്രാജ്യം ഏതെങ്കിലും യൂറോപ്യൻ വിഭാഗത്തിനോ അതല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾക്കോ ഭയപ്പെട്ട് കീഴ്പ്പെട്ട് നടത്തുന്ന ഒരു ചരിത്രം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അതിൻ്റെ തുടർച്ച തീർച്ചയായിട്ടും ഇറാൻ ചെയ്യും എന്നും കൂടി അവർ പറയുന്നു. ചൂതാട്ട രാജ്യമായിട്ടാണ് ചൂതാട്ട രാജ്യത്തെ പോലെയാണ് മിഡിൽ ഈസ്റ്റിനെ ഇസ്രായേൽ കാണുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: അവർ ഖത്തർ ആക്രമിച്ചിട്ടുണ്ട്, അവർ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്, ലെബനാനെയും യമനെയും സിറിയയും ആക്രമിച്ചിട്ടുണ്ട്. മർമ്മപ്രധാനമായിരിക്കുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന പരമാവധി രാജ്യത്തും അവർ വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അന്യായമായ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്താണ് ഖത്തർ ഇസ്രായേലിനോട് ചെയ്തത്? അതിനവർക്ക് മറുപടി പറയാനില്ല. എന്താണ് ഇറാൻ ഇസ്രായേലിനോട് ചെയ്തത്? അതിനും മറുപടിയില്ല. സിറിയ എന്താണ് ചെയ്തത്? അതിനും മറുപടിയില്ല. ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത്. അത് ഒരു കാലത്തും ഉത്തരം കിട്ടാത്തതാണ്. UN സഭ തന്നെ 30-ലധികം തവണ ഇസ്രായേലിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഒരു പ്രമേയം പോലും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട ഒരു പ്രമേയം മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യഭരണത്തെ അട്ടിമറിക്കുന്നതും അവിടെ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതും ഭരണാധികാരികൾ തൂക്കിക്കൊല്ലുന്നതും സ്ഥിര കാഴ്ച പോലെ നമ്മൾ കാണുന്നതാണ്. ഇറാഖിലും ലിബിയയിലും സുഡാനിലും അടക്കമുള്ള പല രാജ്യങ്ങളിലും ലോകം നേർക്കുനേരെ കണ്ടിരിക്കുന്ന കാഴ്ചയും അതാണ്. എന്നാൽ ഇസ്രായേലിന് നേരെ അത്തരം ഒരു നിലപാടുണ്ടായിക്കഴിഞ്ഞാലോ ആരും മിണ്ടാറില്ല, മൗനം പാലിക്കാറാണ്. ഒരാളും അഭിപ്രായങ്ങൾ പറയാറില്ല. അവരിഷ്ടം പോലെ ചെയ്യുന്നു. ഇപ്പോൾ കരാർ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഗസയുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ആ കരാർ വ്യവസ്ഥ പ്രകാരം യാതൊരു തരത്തിലുള്ള ഒരു ഈ നീതീകരണവും അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. കരാർ ലംഘിക്കുന്നു. ഇപ്പോഴും ഫലസ്തീനികളെ ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഈജിപ്തിൻ്റെ അതിർത്തിയിൽ തുടങ്ങിയിരിക്കുന്ന ആശുപത്രിയിലേക്ക് പോലും പറഞ്ഞയക്കുന്നില്ല അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് ആശുപത്രി തുടങ്ങിക്കൊണ്ട് അന്താരാഷ്ട്ര സഹായത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് മെഡിക്കൽ ചികിത്സാ മേഖല തന്നെ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഏകദേശം 16,000-ലധികം ആളുകൾക്ക് അടിയന്തരമായ രീതിയിൽ ചികിത്സ നൽകണമെന്ന് അന്താരാഷ്ട്ര ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഗസയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. കേവലം 200-ൽ താഴെയുള്ള ആളുകൾക്ക് മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം നൽകിയത്. പല ആളുകളും രോഗം ബാധിച്ചുകൊണ്ട് മരണപ്പെടുന്ന കാഴ്ച ഗസയുടെ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിത്യ കാഴ്ചയാണ്. നീതീകരിക്കാൻ പറ്റുന്നതല്ല ഈ കാര്യങ്ങളൊന്നും. ലോകം ഈ കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ മൗനത്തിലാണ്. ഇസ്രായേലിൻ്റെ വിഷയം എത്തുന്ന സമയത്ത് മിണ്ടാതിരിക്കുകയും പാലസ്തീൻ്റെ വിഷയം എത്തുന്ന സമയത്ത് ഗൗരവത്തോടു കൂടി സംസാരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ട് ലോകരാഷ്ട്രങ്ങൾ മാറിയിരിക്കുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളും അതിലൊന്നും വിഭിന്നമല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ ഒതുക്കുക, ഇറാൻ ഇല്ലാതാക്കുക, ഇറാൻ്റെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തേക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഈ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക, അത്തരം പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേലും അമേരിക്കയും അതിന് തത്തുല്യമാണ്. തങ്ങൾ ഒരു കാര്യം തുറന്നു പറയുന്നു, ഇസ്രായേൽ ഈ തങ്ങളുടെ വിഷയത്തിൽ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആയുധ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായം പറയാനും ഇസ്രായേൽ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഇസ്രായേൽ ഞങ്ങൾ തമ്മിൽ യാതൊരു കരാറുമില്ല. കരാർ വ്യവസ്ഥകളും കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടാണുള്ളത്. അവരാണ് അത് പറഞ്ഞത്, അവരുമായിട്ടാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്.
അതിൽ ഇസ്രായേലിന് റോള് കാര്യങ്ങളൊന്നുമില്ല. തങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നു, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അമേരിക്ക ആക്രമിക്കുമെന്ന് പറയുന്നു, അപ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതൊന്നും മറ്റൊരു രാജ്യം അഭിപ്രായം പറയേണ്ടതല്ല. ഞങ്ങൾ കൃത്യതയോടുകൂടി അത് കൈകാര്യം ചെയ്യാനറിയാം, ഞങ്ങളത് ചെയ്തിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സമാധാനമായിരിക്കുന്ന ഒരു റൂട്ടിലൂടെ നീങ്ങുകയാണ് നല്ലത് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല. ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, ആക്രമിക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് അതൊരു സിമ്പിളായിരിക്കുന്ന ലളിതവൽക്കരിക്കേണ്ട കാര്യമൊന്നുമല്ല. ഒരിക്കലും അവസാനിക്കാത്തതാണ്. ഒരു പക്ഷേ അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ്. ഇപ്പോൾ ഭൂമിയിൽ ഉള്ള 2 യുദ്ധങ്ങൾ, ഒന്ന് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം 4ാമത്തെ കൊല്ലത്തിലേക്കാണ്. ഫെബ്രുവരി ആകുന്ന സമയത്ത്, ഫെബ്രുവരി 16 അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈം 20ൻ്റെ മുമ്പാകുന്ന സമയത്ത് ഏകദേശം 4 വർഷം പൂർത്തിയാവും. പിന്നീട് 5ാം വർഷത്തിലേക്ക് പ്രവേശിക്കും. ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലേക്കാണ്. ഇപ്പോൾ അവിടെ ഇസ്രായേൽ ജയിച്ചിട്ടില്ല, മറ്റുള്ള സ്ഥലത്ത് ഉക്രൈൻ ജയിച്ചിട്ടില്ല. നമ്മൾക്കത് കാണുന്ന കാഴ്ചയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും അടക്കം, ഇസ്രായേൽ സഹായിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അവിടുത്തെ ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ജൂതനാണ് എന്നതിനാൽ തന്നെ ജൂതരാഷ്ട്രമായിരിക്കുന്ന ഇസ്രായേൽ അയാളെ സഹായിച്ചിട്ടുണ്ട്. യൂറോപ്യന്മാർ സഹായിക്കുന്നത് റഷ്യ ഉക്രൈനെ കീഴടക്കി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത് തങ്ങളുടെ രാജ്യമാവുമോ എന്ന് പേടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവർ ഉക്രൈനെ പിന്തുണക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ റഷ്യ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് സർവാധിപത്യമുള്ള ഒരു രാജ്യമായിട്ട് മാറുമോ എന്ന് പേടിച്ചുകൊണ്ട് അമേരിക്കയെ പിന്തുണക്കുന്നു. ആകെ അതിനെതിർത്തുകൊണ്ട് റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഇറാൻ മാത്രമാണ്. ഇറാൻ്റെ മിസൈലുകളുടെ പ്രഹരശക്തിയിലാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം നിന്ന് വിറക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഒരു പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. സമ്പുഷ്ട യുറേനിയം അതിൻ്റെ കാഠിന്യം ലഘൂകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറല്ല, ലഘൂകരിക്കാൻ ഞങ്ങളും തയ്യാറല്ല. ആണവായുധം പൂർത്തീകരിച്ച് ഉണ്ടാക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഉണ്ടാക്കാൻ എല്ലാ സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 60%, 90% ആയിട്ടുണ്ട് എന്നുള്ളതും ആക്കാൻ സാധിക്കുമെന്നുള്ള 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇറാൻ്റെ ആണവ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ യാതൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ഭാഗങ്ങളെല്ലാം അടക്കപ്പെട്ട രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്ത് വിട്ടുകൊണ്ട് അമേരിക്കയുടെ ഒരു സ്വകാര്യ കമ്പനിയാണ് ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന സംഭവത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം പുറത്തുവിട്ട് പറയുന്നത്. ഞങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇപ്പോൾ ആ മേഖല അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിന്നെ കയറാൻ വേണ്ടി സാധിക്കില്ല. ഇനി കയറിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ചാൽ അകത്തേക്ക് കയറുന്ന സൈനികർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഭയപ്പാട് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. ഓരോരോ ദിവസവും ഏകദേശം 100 അതിൽ കൂടുതലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ മിസൈൽ നിർമ്മിതം ഇപ്പോഴും ഇറാനിൽ നടക്കുന്നു. ഇറാനിൽ ഏകദേശം 12ലധികം മിസൈൽ ഫാക്ടറികൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഔദ്യോഗികപരമായിട്ട്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 20 അതിൽ കൂടുതലോ ഉണ്ട് എന്ന് പറയുന്നു. 4 രാഷ്ട്രങ്ങളിൽ ഇറാന് മിസൈൽ ഫാക്ടറികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആയുധ നിർമ്മാണ ഫാക്ടറികൾ എന്നാണ് പറയുന്നത്. റഷ്യയുടെ പേര് ഇതിനിടയ്ക്ക് പരാമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ 2 രാജ്യം അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ മറ്റ് 3 രാജ്യങ്ങൾ, ഈ റഷ്യ ആണെങ്കിൽ തന്നെ മറ്റ് 3 രാജ്യങ്ങൾ എവിടെ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. സിറിയയിൽ പോലും ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ സിറിയയിലൊന്നും ഇപ്പോൾ പരമാവധി ഇറാൻ്റെ നിയന്ത്രണത്തിലൊന്നും അല്ല എന്നതിനാൽ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒറ്റ തിരിഞ്ഞ രീതിയിലോ സംഘം ചേർന്നുകൊണ്ടോ ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുക എന്നുള്ള എല്ലാ കാലത്തെയും ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ താല്പര്യമൊന്നും ഇവിടെ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതും നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതും നിങ്ങളുടെ കൈവശത്തുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതിന് പ്രേരശേഷി എത്ര ഉണ്ട് എന്നുള്ളതും അതിനെത്ര സൈനികരുണ്ട് എന്നുള്ളതും വളരെ കൃത്യതയോടുകൂടി തങ്ങൾ നിരീക്ഷണം നടത്തുന്നു. തങ്ങളുടെ ആയുധങ്ങൾക്ക് എത്തിച്ചേരാൻ പാകത്തിലുള്ള മേഖലയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളത്. ആകാശത്തിൻ്റെ ഭൂമിക്ക് അടിയിലും, അതായത് കടലിൻ്റെ അടിയിലും ആകാശത്തിൻ്റെ മേലെയായിട്ടും ഞങ്ങൾക്ക് നിരീക്ഷണങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഈ അടിയിൽ, കടലിൻ്റെ അടിഭാഗത്ത് മൈനുകളോ മറ്റോ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കുന്നു. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന പല മൈൻ സംവിധാനങ്ങളും ഇറാൻ്റെ സൃഷ്ടിയാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഗസക്കകത്ത് പല തരത്തിലും ഇസ്രായേലി സൈനികരൊക്കെ പൊട്ടിത്തെറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മൈൻ കുഴിച്ചിട്ടതിന് ശേഷം അത് റിമോട്ടിൽ കണക്ട് ചെയ്ത് പിന്നീട് സൈനികരോ മറ്റോ പോകുന്ന സമയത്ത് പൊട്ടിത്തെറിപ്പിക്കുന്ന രീതിയാണ്.
അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നതും അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നതും ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ അവരുടെ കൈവശം അത് ഇല്ല എന്ന് ലോകം വിശ്വസിക്കുന്നില്ല, അമേരിക്കയും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് തങ്ങൾ ആക്രമിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാക്രമണം ഇറാനിൽ നിന്ന് ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഏകാഭിപ്രായത്തിൽ അമേരിക്ക എത്തിയിട്ടില്ല എന്നതിനാലാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്തത് എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.